ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് 90. നമ്മൾ ഉത്തരാർജിതത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ഖണ്ഡമാണ് ഇന്ന് നോക്കുന്നത്. ഇതിൽ സോമത്തെ പറ്റിയാണ് പറയുന്നത്. സോമം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുവിനെയാണ് സോമം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത്. ഇപ്പം വെള്ളം ഉണ്ടാക്കണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വസ്തു എന്താണ്? ഹൈഡ്രജൻ, ഓക്സിജൻ. അപ്പോൾ അതിനെ സോമം എന്ന് പറയുന്നത്. മഴ പെയ്യിപ്പിക്കാൻ എന്ത് വസ്തുവാണ് നമ്മൾ ആകാശത്തേക്ക് വിടാൻ പോകുന്നത്? അത് സോമ നീരാണ്. അതുകൊണ്ട് അതിനെ സോമം എന്ന് പറയുന്നു. ആ തരത്തിൽ അതിനെ കാണുന്നു. ഇപ്പം 269 ആ സോമത്തെ പറ്റിയാണ് പറയുന്നത്. ശക്തി കേന്ദ്രമായതും മതം നിറഞ്ഞതുമായ സോമത്തോടാണ് പറയുന്നത്. സോമം ശക്തി കേന്ദ്രമാണ്. എന്ത് ശക്തി? അതിനെ ആകാശത്ത് പോയി മഴയെ പ്രേരിപ്പിക്കാനുള്ള, മഴയെ പ്രേരിപ്പിച്ച് മേഘങ്ങളെ യോജിപ്പിച്ച് മഴയെ പെയ്യിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. മതം നിറഞ്ഞതും, മതം നിറയുക എന്ന് പറഞ്ഞാൽ അത് അയനൈസ്ഡ് ഫോമിലാണ്, ശുദ്ധീകരിച്ച് നല്ല ആൽക്കഹോൾ ചാർജുള്ള കണങ്ങൾ, ചാർജുള്ളതിനാണ് ആൽക്കഹോൾ എന്നെല്ലാം പറയുക. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ മദ്യമാണ്. അപ്പോൾ ആ ഒരു ശൈലിയിലുള്ളത് അയനൈസ്ഡ് ഫോമിലുള്ളതാണ്. മരുത്തുക്കൾക്കായി വായുവിന് പാനം ചെയ്യുന്നതിന് വേണ്ടി പാത്രത്തിൽ ഉറ്റിറ്റ് വീഴുന്നു. അപ്പോൾ ഇതിന് എവിടത്തേക്കാണ് അയക്കുന്നത്? അങ്ങ് ആകാശത്തിൽ വായുവിലേക്ക് അയക്കുകയാണ്. സോമ നീര് പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് അങ്ങ് ആകാശത്ത് പോകും. വായുവോട് കൂടി ചേർന്നിട്ട് അവിടെയാണ് മേഘങ്ങളുള്ളത്. മേഘങ്ങളെ മഴയ്ക്ക് പ്രേരിപ്പിക്കുന്ന വേറൊരു സംഗതിയാണ് മരുത്തുക്കൾ. ആകാശത്തിൽ 49 മരുത്തുക്കളുണ്ട്. അവയുടെ ചലനമനുസരിച്ചാണ് ഇവിടെ മേഘങ്ങൾ കൂടിച്ചേർന്നത്. അപ്പോൾ ഈ സോമം കൂടി അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യും. അതുകൊണ്ട് മരുത്തുക്കൾക്ക് വേണ്ടിയിട്ട്, മരുത്തുക്കളുടെ സഹായത്തോടു കൂടി വായുവിലെത്തിച്ചേരുന്നു. എന്തിനു വേണ്ടി? മഴയായിട്ട് മേഘങ്ങളെ പെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി 270 ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത സോമം. ഈ സോമം ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സോമത്തെ നമുക്ക് നശിപ്പിക്കാമല്ലോ, വേണ്ടിക്ക് പിഴിഞ്ഞെടുത്തിട്ട് എടുത്ത് ദൂരക്കളയാം. ആ അർത്ഥത്തിലല്ല ഇവിടെ എടുക്കേണ്ടത്. ഈ മഴ പെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ സംസ്കരിച്ചെടുത്ത സോമം അഗ്നിയിൽ അർപ്പിച്ചിട്ട് മുകളിലേക്ക് പോകുമ്പോൾ അതിനെ പിന്നെ ആർക്കും തടക്കാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആർക്കും നശിപ്പിക്കാൻ കഴിയാത്ത സോമം എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട്, നമ്മുടെ സന്തോഷത്തിനായിക്കൊണ്ട്, എല്ലാവരുടെയും സന്തോഷം. ഇവിടെ മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്. മഴ പെയ്യിപ്പിക്കുന്ന നമുക്ക് സന്തോഷമാണ്, ചെടികൾക്ക് സന്തോഷമാണ്, തവളകൾക്ക് സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് ദേവന്മാരോടൊപ്പം ജ്വലിച്ചു വരുന്നു, ദേവതകളോടൊപ്പം ജ്വലിച്ചു വരുന്നു. ഏതെല്ലാം ദേവതകളാണ്? അഗ്നിയിലാണ് അർപ്പിക്കുന്നത്. അപ്പോൾ അഗ്നി വായു, ചൂടുള്ള വായുവോടും എല്ലാം കൂടിയിട്ടാണ്, അതെല്ലാം ദേവതകളാണ്. അതിലോട് കൂടിയിട്ടാണ് അതങ്ങ് ആകാശത്തിലേക്ക് ജ്വലിച്ചു നിൽക്കുന്നത്, അല്ലെങ്കിൽ ജ്വലിച്ചു വരുന്നത്. ഇനി 271 നമ്മളെ വിരൽ സ്പർശിച്ചിട്ടുള്ള, നമ്മളുടെ വിരലാൽ പിടിഞ്ഞെടുത്ത എന്നർത്ഥം. ആ സോമം ആ ചെടിയുടെ നീരിനെ എടുത്ത് എങ്ങനെയാണ് അതിനെ ഇടിച്ച് പിഴിയുമ്പോൾ ഇതിനെ കൊണ്ടാണ്, വിരലുകൾ കൊണ്ടാണ്. ഈ ശബ്ദമില്ലാത്ത കലശത്തിൽ അഭിമുഖമായി പ്രവേശിക്കുന്ന സോമം വായുദേവന്റെ അടുത്തേക്കും എത്തിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത സോമമാണ് നമ്മൾ അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ വായുവോടുകൂടി ഉയർന്ന് അങ്ങ് അന്തരീക്ഷത്തിൽ എത്തുന്നത്. ഇനി 272 ഓരോ ദിവസവും ഞാൻ സോമം ഉപയോഗിച്ച് ഇത്തരം ഇഷ്ടകർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. അതായത് ഈ മഴ പെയ്യിപ്പിക്കാനുള്ള ഈ യജ്ഞത്തിൽ ഒരു ദിവസം ചെയ്താൽ പോരാ, കുറേ ദിവസം ഇടിച്ച് പിഴിഞ്ഞ് അഗ്നിയിലേക്ക് അർപ്പിക്കണം. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഈ സോമത്തെ എന്ത് ചെയ്യാണ്? ഇഷ്ടകർമ്മത്തിൽ, അതിൻ്റെ ഇഷ്ടകർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഇഷ്ടകർമ്മം? സോമലത കൊണ്ടുവരണം, എന്നിട്ട് ശുദ്ധിയാക്കണം, ഇടിച്ച് പിഴിഞ്ഞ് അരിച്ച് പാലും ചേർത്ത് മറ്റേ ഇതുമെല്ലാം ചേർത്തിട്ട് അഗ്നിയിൽ ഹോമിച്ചിട്ട് അങ്ങ് മുകളിൽ എത്തിക്കണം.
ഉപദ്രവകാരികൾ അങ്ങയുടെ ബന്ധുത്വത്തിൽ കഴിയുന്ന എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. അതായത് അങ്ങ് അപ്പം എൻ്റെ ബന്ധുവാണ്, ഈ സ്വമം എൻ്റെ ബന്ധുവായി മാറിയാണ്. എൻ്റെ ലക്ഷ്യം എന്താണ്? മഴ പെയ്യിക്കുകയാണ്. അപ്പം എൻ്റെ ബന്ധുവാകുമ്പോൾ അതും എന്നെ സഹായിക്കും. ആരെ സഹായിക്കില്ല? മഴ പെയ്യിക്കുന്നതിന് ആടെ ഒരു ശക്തി തടസ്സമായി നിൽക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ശത്രു. എന്തുകൊണ്ടാണ് മഴ പെയ്യാതെ? മഴ പെയ്യേണ്ട സീസണാണ്, എന്നിട്ടും മഴ പെയ്യുന്നില്ല. ഭയങ്കര ചൂട്. എന്തുകൊണ്ട്? മേഘങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റുന്നില്ല. അവിടെ ഏതോ ഒരു ശക്തി തടുത്തു നിർത്തുന്നു. ആ തടുത്തു നിർത്തുന്ന ശക്തിക്കാണ് നമ്മുടെ ഉപദ്രവിക്കാൻ വരുന്നവർ എന്ന് പറഞ്ഞത്. ആ ഉപദ്രവിക്കാൻ വരുന്നവരെ നീ ദൂരെ കളയണം. ഇത് നമ്മുടെ സുഹൃത്തായിട്ട് നീ മേഘങ്ങളെ യോജിപ്പിക്കണം. അങ്ങ് ആ രാക്ഷസീയ ശക്തികളെ നശിപ്പിക്കണം. ഏതാണ് രാക്ഷസീയ ശക്തികൾ? മേഘങ്ങൾ കൂടിച്ചേർന്ന് മഴയായി പെയ്യുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തി വിശേഷം. മേഘങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ശക്തിക്ക് ഇന്ദ്രൻ എന്ന് പറയും. അതിനെ എതിർക്കുന്ന ശക്തിക്ക് അതിൻ്റെ ശത്രു. അതായത് എവറി ആക്ഷൻ ദർ ഈസ് ഈക്വലന്റ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇനി 273 അല്ലേ സോമത്തോട് പറയുകയാണ്, ഞാൻ പകല് മാത്രമല്ല രാത്രിയിലും അങ്ങയുടെ സൗഹൃദത്തിനായി ആഗ്രഹിക്കുന്നു. സോമത്തെ നമ്മൾ എല്ലാ കാലത്തും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ രാത്രിയും പലതും പ്രിപ്പയർ ചെയ്യുന്നില്ലേ? ഇപ്പം രാത്രി മണിക്ക് ചോറുണ്ടാക്കിയെന്ന് വരും. ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കെല്ലാം എന്താണ് പറയുക? സോമം എന്നാണ് പറയുക. അപ്പം സോമത്തെ നമ്മൾ എല്ലാ സമയവും ആശ്രയിക്കുകയാണ്. അതുകൊണ്ട് അങ്ങ് ഉന്നത സ്ഥാനത്താണ് വിരാജിക്കുന്നത്. അപ്പം സോമം എന്ന് പറഞ്ഞാൽ നമ്മൾ സോമമില്ലാതെ നമുക്ക് ഊർജമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ സോമമില്ലാതെ നമുക്ക് ചോറുണ്ടാക്കണ്ടെങ്കിൽ അതിന് വേണ്ട അടിസ്ഥാന വസ്തുക്കൾ വേണം. അതിനാണ് സോമം എന്ന് പറയുന്നത്. അപ്പം അടിസ്ഥാന വസ്തുക്കൾ അത് എന്തിനും നമുക്ക് രാത്രിയായാലും പകലായാലും യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം രാത്രിയാകുമ്പോൾ വെള്ളം ദാഹം വരുമ്പോൾ വെള്ളം കുടിക്കണം, അത് സോമമാണ്. ഭക്ഷണം കഴിക്കണം, അത് സോമമാണ്. അപ്പം രാത്രിയും പകലും എന്നില്ല എപ്പോഴും. അതുകൊണ്ട് അങ്ങ് ഉന്നത സ്ഥാനത്താണ്. കാരണം അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങയെ സമീപിക്കുവാൻ നമുക്കുള്ള ശക്തി അങ്ങ് നൽകുക. അതായത് അങ്ങയെ ആ തരത്തിലുള്ള സോമത്തെ സമീപിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ, ആഗ്രഹം സാധിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. കൃത്രിമ മഴ പെയ്ക്കണ്ടെങ്കിൽ ഈ സോമത്തെ ആശ്രയിച്ചേ പറ്റും. ഇനി 274 സംസ്കരിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സോമത്തെ നമ്മൾ എന്താണ്? സംസ്കരിക്കപ്പെട്ടതും വിശിഷ്ടമാർന്നതുമായ സോമം നമ്മളതിനെ സംസ്കരിച്ചെടുക്കണം. കിട്ടുന്ന ചെടി അതേപോലെ എടുത്തിട്ട് പോരാലോ. അതിനെ നല്ലോണം കഴുകി പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് പാലുമെല്ലായിട്ട് ചേർത്തിട്ട് വേണം അങ്ങ് അയക്കാൻ. എന്തിന്? മേഘം കൂടിച്ചേരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുതയെ ഇല്ലാതാക്കാൻ. അപ്പോൾ എന്ത് ചെയ്യണം? ആ വിശിഷ്ടമായ സോമം ശത്രുക്കളെയൊക്കെയും നശിപ്പിക്കട്ടെ. അവിടെയുള്ള ശത്രുക്കളെ, ഏതാണ് ശത്രുക്കൾ? ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കാൻ നോക്കുന്നു, ഏതോ ഒരു ശക്തി തടുത്തു വെക്കുന്നു, അതാണ് ശത്രു. അതുകൊണ്ടാണ് മഴ പെയ്യാത്തത്. അപ്പം നമ്മൾ സോമം അയച്ചു കൊടുത്ത് സോമനീരങ്ങ് അയച്ചു കൊടുക്കുമ്പോൾ അത് അവയെ എളുപ്പത്തിൽ കൂടി ഈ ശത്രുതയെ ഇല്ലാതാക്കിയിട്ട് എളുപ്പത്തിൽ മഴ പെയ്യിപ്പിക്കാൻ സഹായിക്കും. അതിന് സ്തുതികളാൽ എപ്പോഴും ജ്വലിപ്പിക്കപ്പെടുന്നു. നമ്മൾ എങ്ങനെയാണ്? സ്തുതികളോടുകൂടിയാണ് അതിനെ ജ്വലിപ്പിക്കുന്നത്. അതായത് സ്തുതി എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ, ശാസ്ത്രങ്ങൾ, സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ ജ്വലിപ്പിക്കുന്നത്. അതായത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സോമലതയെ എടുത്തിട്ട് ഇടിച്ച് പിഴിഞ്ഞിട്ട് ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അയച്ചു വിട്ട് കഴിഞ്ഞാൽ കൃത്രിമ മഴ പെയ്യിപ്പിക്കാമെന്ന ശാസ്ത്രം വേദങ്ങളിലൂടെ വന്നതാണ്. അതുകൊണ്ടാണ് സ്തുതികൾ എന്ന് പറയുന്നത്. ആ സ്തുതികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യജ്ഞങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൃത്രിമ മഴയെല്ലാം പെയ്യാൻ വേണ്ടിയിട്ട്. ഇനി 275 ചുവപ്പ് നിറമാർന്ന സോമം പാത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ സംസ്കരിച്ചെടുത്ത സോമം ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ പരം വേറെ പല കാര്യങ്ങളും ചേർക്കും, പാലും അത് ഇതെല്ലാം. അങ്ങനെ ഇടിച്ച് പിഴിഞ്ഞ് പാത്രത്തിലെത്തുന്ന സോമം ആഗ്രഹപൂർത്തിക്കായിട്ട് ഇന്ദ്രനെ പ്രാപിക്കുന്നു. അങ്ങനെ പിഴിഞ്ഞെടുത്ത സോമത്തെ പിന്നെ എന്ത് ചെയ്യും? അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് മുകളിലേക്ക് പോയിട്ട് ഇന്ദ്രനെ പ്രാപിക്കും. കാരണം ഇന്ദ്രനാണ് അവിടെ മേഘങ്ങളെ കൂടിച്ചേർക്കുന്ന ശക്തി.
അങ്ങനെ അത് ദ്വിലോകത്തിൽ ആകാശത്തിൽ മുകളിൽ അത് ചെല്ലുന്നു, അവിടെ കഴിയുന്നു. ഇവിടുന്ന് സംസ്കരിച്ചിട്ട് അഗ്നിയിൽ അർപ്പിക്കുമ്പോൾ അത് ഉയർന്നിട്ട് പിന്നെ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്? ഇന്ദ്രന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതതിൻ്റെ മേഘങ്ങളുടെ ഇടയ്ക്ക് അതെത്തുമ്പോൾ മേഘങ്ങൾ പെട്ടെന്ന് കൂടിച്ചേരാനുള്ള അവസരം ഒരുങ്ങും. അതിൻ്റെ പിന്നിലെല്ലാം അയനൈസേഷൻ, ആ പ്രത്യേകതയെല്ലാം ഉള്ളത്. അയോൺസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് മേഘങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റും. അത് ഇന്ദ്രനാണ് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോൾ ഇന്ദ്രന് സഹായകരമായി തീരും ഇതവിടെ എത്തിയാൽ. ഇനി 276 ആ സോമത്തോട് പറയാണ്, നമുക്ക് ആയിരക്കണക്കിന് ധനം അതുവഴി ഞങ്ങൾക്ക് നൽകുക. ഇങ്ങനെ ആയിരക്കണക്കിന് ധനം കിട്ടുന്നത്, ഈ സോമം അവിടെ പോയി കഴിഞ്ഞാൽ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ചെടികളെല്ലാം നല്ലോണം വളരും, ധാന്യങ്ങൾ കിട്ടും, അത് വിറ്റ് പണം കിട്ടും, പശുക്കൾക്കെല്ലാം തിന്നാൻ. അപ്പം പശു സമ്പത്ത്, കാലി സമ്പത്തും എല്ലാം വർദ്ധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടംമാതിരി ധനം കിട്ടും. ഇതെല്ലാം മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ഓടിച്ചിട്ടിട്ട് പോയാൽ മതിയാവുന്നുണ്ട്. കാരണം പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാം. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അധികം.